നമുക്ക് സർ പറഞ്ഞ ഏതാണ് നമുക്ക് കുറച്ചും കൂടി ട്രെൻഡിങ് ആയിട്ടും അതേപോലെ കുറച്ചും കൂടി ഇപ്പൊ പിള്ളേർക്ക് ചോദിക്കുന്നതും എങ്ങനത്തെ രണ്ട് രീതിയിൽ പറഞ്ഞു. രണ്ട് കൺട്രികളാണ് ഇപ്പൊ നമുക്ക് കുറച്ച് നല്ലൊരു സജഷൻ എനിക്ക് വരാനുള്ളത്. രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക്. ഒന്ന് ഇപ്പൊ SSLC +2 ഒക്കെ കഴിഞ്ഞ് എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഒക്കെ വന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. വർക്ക് വിസ ശ്രമിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ ശ്രമിക്കുന്നവരായിരിക്കാം. പക്ഷെ ഈ ഗ്യാപ്പ് വന്ന് വിസ റെഫ്യൂസൽ കിട്ടിയവരുണ്ടാവാം, ചിലപ്പോൾ വെച്ച വിസ റെഫ്യൂസ് ആവാൻ സാധ്യതയുള്ളവരുണ്ടാവാം. അപ്പൊ +2 ക്വാളിഫിക്കേഷൻ വെച്ചൊരു 5-8 കൊല്ലത്തെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വിസ റെഫ്യൂസൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൗറീഷ്യസ്. അത് ഹോസ്പിറ്റാലിറ്റി ടൂറിസം എടുത്ത് പോയി കഴിഞ്ഞാൽ ചെലവ് വളരെ കുറവാണ്. ഫീസ് ആഫ്റ്റർ വിസ പ്രോഗ്രാംസ് ഉണ്ട്, ഫീസബിൾ ആണ്. അത് മാത്രമല്ല പ്രാക്ടിക്കൽ ആണ്. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ അവരെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ബഡ്ജറ്റില് ഈ ചെറിയ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ എടുത്ത് അബ്രോഡ് പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കും. ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു വാല്യൂഡ് സർട്ടിഫിക്കേഷൻ വേണം, ഒരു UK ഗ്രേഡ് സർട്ടിഫിക്കേഷൻ വേണം, എന്നാൽ അത്രയും ബഡ്ജറ്റ് ഇല്ല. ഇപ്പൊ UK ഒരു ബാച്ചലേഴ്സ് പ്രോഗ്രാം ചെയ്ത് കഴിയുകയാണെങ്കിൽ 10-24 ലക്ഷം രൂപയുടെ അടുത്ത് ഏറ്റവും കുറഞ്ഞു വരും. ഇനിയിപ്പോ ഒരു മാസ്റ്റേഴ്സ് ആണെങ്കിൽ 10-15 ലക്ഷം രൂപ വരും. പിന്നെ ലിവിങ് എക്സ്പെൻസ് കാണിക്കണം, ഇപ്പൊ അവിടെ പോയ ബെനിഫിറ്റ്സ് ഇല്ല. അപ്പൊ ഈ ഒരു കാറ്റഗറി നല്ല, അതായത് ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞു കണ്ടിന്യൂറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ മാസ്റ്റേഴ്സിന് പോകുന്ന ഒരു കാൻഡിഡേറ്റ്, ജസ്റ്റ് കഴിഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞാണെങ്കിൽ ഒരു കാൻഡിഡേറ്റ് ആണ്. നല്ല ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പോൾ യുക്ലാൻ യൂണിവേഴ്സിറ്റി നമുക്ക് സൈപ്രസിലുണ്ട്. ഇത് വളരെ ചരിത്രപ്രധാനമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഫ്രം ദ ഒറിജിൻ ഓഫ് UK. അവരുടെ ക്യാമ്പസ് സൈപ്രസിലുണ്ട്. ഈ സൈപ്രസിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈപ്രസിന്റെ മൗറീഷ്യസിനും വിസ ഇഷ്യൂ ഇല്ല, 100% വിസ. സൈപ്രസ് ആണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ മെമ്പറാണ്. അപ്പോ സൈപ്രസിൽ യുക്ലാനിലെ ഡിഗ്രി മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രിയുടെ വാല്യൂ UK ഡിഗ്രി ആയിരിക്കും. എക്സ്പെൻസ് പകുതി വരും, ബെനിഫിറ്റ്സും ഉണ്ട്. പിന്നെ യൂറോപ്യൻ യൂണിയനിലാണെങ്കിലും നിലവിൽ ഇപ്പൊ ഷെങ്കൻ വിസ അല്ല, വിത്തിൻ 1 ഇയർ, അതായത് 2 ഇൻടേക്കും കൂടെ കഴിഞ്ഞാൽ ഷെങ്കൻ വിസ ആവും. ഷെങ്കൻ വിസ ആകുമ്പോൾ പിന്നെ VFS പ്രൊസീജിയറും വരും. ഇപ്പൊ അപ്ലൈ ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ പ്രൊസീഡിങ്സ് ഇല്ല, VFS ഇല്ല, ഇന്റർവ്യൂ ഇല്ല, ഈസി വിസ പ്രോസസിങ്. അത് മാത്രമല്ല റിസ്ക് എലമെന്റ്സ് കുറവാണ്, വിസ ഫെയിലിയർ റിജക്ഷനും ഇല്ല. ഇനിയിപ്പോ ഒരു പ്രീവിയസ് റിജക്ഷൻ ഉള്ള കേസാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് മൗറീഷ്യസ് രണ്ട് കാറ്റഗറി ഉള്ളതിൽ ഫീസബിൾ ആണ്. അതായത് ലോ കോസ്റ്റ് പ്രോഗ്രാംസ് ആണെങ്കിലും കരിയറിലേക്ക് പ്രോഗ്രഷൻ കിട്ടും. ഇപ്പൊ യുക്ലാനിൽ ചെയ്യുന്ന ഒരു ഡിഗ്രി, മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് PR നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ, കാനഡ നമുക്ക് ഭാവിയിൽ അപ്ലൈ. ഇപ്പോഴുള്ള ഇന്റേണൽ എക്സ്റ്റേണൽ അഫയേഴ്സ് നോക്കണ്ട, കുറച്ച് കഴിഞ്ഞ് ഈ കൺട്രികളിലൊക്കെ മാറും, ഇൻക്ലൂഡിങ് UK 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ഓപ്പൺ ആവും. അപ്പോഴേക്കും ഇവര് സെറ്റിൽ ആവും. ഇനി 5 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് UK പോവാന്ന് വെച്ചാൽ ഗ്യാപ്പ് വന്നു. അപ്പൊ അതിന് പകരം ഒരു 1 ഇയർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ എവിടെയെങ്കിലും ഒന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. അപ്പോ സൈപ്രസ് നല്ല ക്വാളിഫിക്കേഷൻ, നല്ലൊരു ഗ്രേഡ് ഓഫ് എഡ്യൂക്കേഷൻ എടുത്തൊരു ഫർദർ US-ലോ UK-ലോ കാനഡയിലോ ഒക്കെ പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുള്ളവർക്കും, മൗറീഷ്യസ് ഞാൻ ഈ പറഞ്ഞ ഒരു ലോ ബഡ്ജറ്റിൽ എന്നാൽ വിദേശ രാജ്യത്ത് പോയി ഒന്ന് കരിയർ സെറ്റിൽ ആവണം, ഈ വർക്ക് വിസയുടെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും പറ്റിയ 2 കൺട്രികളാണ്. ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. മാൾട്ട ഒരു നല്ല ഡെസ്റ്റിനേഷൻ ആണ്. മാൾട്ട ഈ ഷെങ്കൻ വിസയുടെ കീഴിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഗ്യാപ്പ് ഒക്കെ വരുമ്പോൾ ചെറിയ വിസ റെഫ്യൂസലിന്റെ ചാൻസസ് ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ, പ്രോപ്പർ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു അവയർനെസ്, പഠിക്കുന്നതിനെ കുറിച്ചും എന്തിനാണ് പഠിക്കുന്നതിനെ കുറിച്ച് കഥ പറയാൻ കറക്റ്റ് ആയിട്ട് ജെന്യൂൻ റീസൺ ഉണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ പറയുമ്പോ നമുക്കിപ്പോ UK ആണെങ്കിലും ഇപ്പൊ 2-3 കൺട്രീസിലാണെങ്കിലും പയ്യെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അല്ലെങ്കിൽ അയർലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുത്തോണ്ടിരുന്നത് തന്നെ. പക്ഷെ ഇങ്ങനെ യൂറോപ്പോ ഇതേപോലെ സൈപ്രസോ അതേപോലത്തുള്ള ചെറിയ കൺട്രീസുകളിലേക്കോ കുട്ടികൾക്കാണെങ്കിൽ അത്ര വലിയ നോളജുകൾ കാര്യങ്ങളില്ല. ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും യൂറോപ്പിനോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള കൺട്രീസിലോട്ട് പോകുമ്പോൾ അവരെന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ അവിടെ എന്തൊക്കെ ചലഞ്ചസ് ആയിരിക്കും അവർക്ക് അവിടെ ഫസ്റ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? കൂടുതലും നമുക്കറിയാം, വന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ 2 മാസമൊക്കെ ഭയങ്കര സഫറിങ് ആയിരിക്കും. അപ്പൊ ഇവർക്ക് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതേപോലെ നമുക്ക് എന്തെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും ശരിക്കും? ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഫസ്റ്റ് പ്രൈമറി ചലഞ്ച് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ആ നാട്ടിൽ ചെന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞാണ്, നമ്മൾ പ്യുവർലി ഇംഗ്ലീഷ് ഒരു 70% ആൾക്കാർക്കും അറിയില്ല, 30% ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ. ബാക്കി
70% ആൾക്കാർക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു കൺട്രിയിൽ ഇപ്പൊ ഷെങ്കൻ കൺട്രികളിൽ എല്ലാ കൺട്രികളിലും ലോക്കൽ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ഉണ്ട്. കുറെ സ്ഥലത്ത് ജർമ്മനി വെച്ച് പിടിച്ചു നിൽക്കാം, പക്ഷെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലോക്കൽ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ഭയങ്കര ഹൈ ആണ്. ഈ ലോക്കൽ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക്, ഇംഗ്ലീഷ് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് വരുന്ന ഒരു ചലഞ്ച് പാർട്ട് ടൈം ജോബ്. പാർട്ട് ടൈം ജോബ് ഇല്ല, അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വിസ, സ്കോളർഷിപ്പ്, ഡ്യൂറേഷൻ, എളുപ്പവഴികള് ഒക്കെ നോക്കാം. നമുക്ക് വെറുതെ ഒരു സാധനം കിട്ടി, പക്ഷെ വാട്ട് എവർ ഇറ്റ് ഇസ് വി ഹാവ് ടു സർവൈവ് ഓവർ. അത് നമുക്ക് പാർട്ട് ടൈം ജോബ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആ കൺട്രി ചെന്നാൽ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ള സാധ്യതകൾ, അപ്പൊ അതിന്റെ ബാരിക്കേഡ്സ് നമ്മൾ ഓവർകം ചെയ്യണം. ഫസ്റ്റ് ബാരിക്കേഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡറി, ഇപ്പോ ഞാൻ ഒരു കൺട്രി പോവാണ്, ആ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ എന്തിനാണുള്ളത് എന്നുള്ളതിനെ പാർട്ട് ടൈം ജോബ്. നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്ക് പാർട്ട് ടൈം ജോബ് വേണം, പൈസ വേണം, നമുക്ക് അവിടെ ജീവിക്കണം. അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ആ കൺട്രിയിൽ ഏറ്റവും കൂടുതലുള്ളത് വെയർ ഹൗസസ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഏതും ആവട്ടെ, അവിടെ കൂടുതലുള്ളത് വെയർ ഹൗസസ് ആണ്. അപ്പൊ നമുക്ക് ലോജിസ്റ്റിക്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതറിഞ്ഞ് നമുക്ക് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ ചെന്ന വഴിക്ക് പാർട്ട് ടൈം കിട്ടും. ഇനി നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഹോസ്പിറ്റാലിറ്റി ടൂറിസം ആണ് ആ സ്ഥലത്തുള്ള. ഹോസ്പിറ്റാലിറ്റിയിലും ടൂറിസത്തിലും എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്? റെസ്റ്റോറൻറ്റ്സ്, കാഫേസ്, അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നല്ല സ്കില്ലുണ്ട്. നമ്മൾ ഇവിടുന്ന് പോണേക്കാളും മുന്നേ ബേസിക് കമ്മ്യൂണിക്കേഷൻ ഒരു 3-4 ലാംഗ്വേജിൽ വളരെ ബേസിക് ആയിട്ട് മതി, കാര്യമായിട്ടൊന്നും വേണ്ട. ഒന്ന് ഒരു കാഫറ്റീരിയയിലെ ഓർഡർ എടുക്കുമ്പോൾ ഒരു വെൽക്കം, താങ്ക് യു, ഈ 2 വാക്കുകൾ അറിഞ്ഞാൽ തന്നെ ഇംപ്രസ് ചെയ്യാം. മെനു വിൽ ബി ഇൻ എ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്, ചിലപ്പോൾ ലോക്കൽ ലാംഗ്വേജ് ഉണ്ടാവും. എന്തായാലും മെനു ഇംഗ്ലീഷിലായിരിക്കും. നമുക്ക് വളരെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, ഇപ്പോൾ ജർമ്മൻസ് വരുമ്പോൾ അവരുടെ അടുത്ത് വെൽക്കം പറയാനായിട്ട് ജർമ്മനിയിൽ വാക്ക് പഠിച്ചു വയ്ക്കുക, പിന്നെ ഒരു താങ്ക്സ് പറയാനായിട്ട്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് അറിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കഫേയിൽ ജോലി കിട്ടും. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ലോജിസ്റ്റിക്സിൽ ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് ഇപ്പൊ പ്രോപ്പർ ആയിട്ടൊരു ഐഡിയ, അതൊരു 4 യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. പിന്നെ നമുക്ക് ഏതെങ്കിലും നമ്മൾ പ്രൂ ഉള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടേ വിടുകയുള്ളൂ. ഇപ്പൊ പോകുന്ന കൺട്രിയിൽ ഏതിനാ സ്കോപ്പ് ഉള്ളൂ. ഇനി ആ നാട്ടില് കെയർ ഹോംസ് ആണ് കൂടുതൽ, അതായത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി കൂടുതൽ. അപ്പൊ ഒരു കെയർ ഹോമിൽ ജോലിക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്ന കെയർ ഹോമിന് നിങ്ങൾക്ക് എന്താ അറിയാം. കെയർ ഹോം ഇന്റർവ്യൂ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് അതിനെ കുറിച്ചൊരു അവയർനെസ് ആയിട്ട് പോയാൽ ജോലി കിട്ടാൻ എളുപ്പമാണ്. പിന്നെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ജോലി വേണം എന്ന് പറഞ്ഞാൽ ആദ്യം പിരിവാശി പിടിക്കാൻ പാടില്ല. ആ ആറ്റിറ്റ്യൂഡ് ആദ്യം മാറ്റണം. നമുക്ക് മാറ്റർ ഓഫ് എക്സിസ്റ്റൻസ് ആണ്. നമ്മൾ അന്യനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിസാരം നമ്മൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാറി താമസിക്കുമ്പോൾ തന്നെ നമുക്ക് 100,000 ആദ്യം കിട്ടുന്ന ജോലിക്ക് കയറുക. പിന്നെ നിങ്ങൾ ചെന്നൈക്കുന്നത് പഠിക്കാനാണ്. അപ്പൊ ആ പഠിക്കുന്ന പീരീഡിലുള്ള ജോലി അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പരമാവധി പഠിക്കുന്ന ഫീൽഡിനായിട്ട് സിങ്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. പക്ഷെ ആദ്യം തന്നെ ചിലപ്പോൾ ചെന്നാൽ കിട്ടിയെന്ന് വരില്ല. പല സ്ഥലങ്ങളിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫ്രീലാൻസിങ് ചെയ്താൽ ജീവിക്കാം. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ കുറെ ഫ്രീ ട്രെയിനിങ്സ് ഉണ്ട്. അത്യാവശ്യം ഇപ്പൊ ടെക്നോളജി ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന ഒരു ലാപ്പ് വെച്ചിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന ഓരോ പരിപാടികളുണ്ട്. അതൊക്കെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ പാർട്ട് ടൈം വർക്ക് പെർമിറ്റിൽ ഒന്നും ഇത് പറ്റുന്നില്ല. ഞാൻ ഫ്രീലാൻസിങ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പോവാണെന്ന് നോക്കിയാൽ, ഞാനിപ്പോ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഓൺലൈൻ ഇന്ത്യൻ ട്രെയിനിങ് എടുത്തു, കാൻഡിഡേറ്റ്സിന് ട്രെയിനിങ് കൊടുത്തു. അവരെന്റെ ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ എന്റെ നാട്ടിലേക്ക് എനിക്ക് വരുമാനമായി. അപ്പൊ ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു വർക്കിംഗ് അവേഴ്സിൽ പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ലീഗലി അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈം. ഞാൻ വീട്ടിലിരുന്ന് പേഴ്സണലി ക്ലാസ് കൊടുക്കുന്നത് ഈ ടൈമിങ്ങിൽ പെടുന്നില്ല. ഞാനൊരു പീസ് ഓഫ് ട്രെയിനിങ് ഇവിടുന്ന് പോയി ലാംഗ്വേജ് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കാം. ഇപ്പൊ ഈ OET പഠിച്ച ഒരുമാതിരി നേഴ്സസ് ഒക്കെ അവസാനം OET ട്രെയിനിങ് നടക്കും. ഇപ്പൊ ജർമ്മൻ B2 കഴിഞ്ഞാൽ ജർമ്മൻ ട്രെയിനറായിട്ട് മാറും. അതാണ് അതിന്റെ സത്യം. അപ്പൊ അതേപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഫുഡ് പരമാവധി സെൽഫായിട്ട് കുക്ക് ചെയ്യാം. കാരണം നമുക്ക് പുറത്തത്തെ ഫുഡ് എക്സ്പെൻസീവ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഇവിടുന്ന് പോകുന്നതിനേക്കാളും മുന്നേ തന്നെ ആ കൺട്രിയുടെ ട്രാൻസ്പോർട്ടേഷനിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും.